ഇന്നത്തെ ഈ തിരിച്ചെടുക്കലിനെ നമുക്ക് കാണാം. മലപ്പുറം ജില്ല, നമ്മളിത് ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3.5 വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ IPS ഓഫീസറാണ് സുജിത് ദാസ്. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, സുജിത് ദാസിനെ ഇന്ന് തിരിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു ഓർഡർ കൂടി വന്നിരിക്കുകയാണ്. താമർ ജിഫ്രി കേസിൽ CBI പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജിഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന, താമർ ജിഫ്രിക്ക് മരണത്തിന് പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 4 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. താമർ ജിഫ്രി കേസ് എവിടെയും എത്തിയിട്ടില്ല. അത് CBI അന്വേഷണം അതിൻ്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് താമർ ജിഫ്രി കേസിലെ ഈ 4 പ്രതികളായിരുന്ന പോലീസുകാരെയും ഈ സുജിത് ദാസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടൊപ്പം മറ്റൊരു ഓർഡർ ആയിക്കൊണ്ട് ഇന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ കേരളത്തിലൊട്ടാകെ ഞാൻ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന RSS വൽക്കരണത്തിൻ്റെ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുൾപ്പെടെ ഞാൻ പറഞ്ഞ ഓരോന്നും ഇവിടെ വ്യക്തമായി വരികയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പരിപൂർണമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഫാസിസത്തിൻ്റെ ഭാഗമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുജിത് ദാസിൻ്റെ തിരിച്ചെടുക്കലും അതുപോലെ തന്നെ താമർ ജിഫ്രി കേസിലെ 4 പോലീസുകാരുടെ തിരിച്ചെടുപ്പും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ അടുത്തുനിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു എന്നതിലപ്പുറം ഇപ്പോൾ ഈ മരം മുറിച്ച കേസ്, മരം എടുത്ത വ്യക്തി ഈ മലപ്പുറത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റി കാണിച്ചു തരാം എന്ന് ഈ പറയുന്ന വിജിലൻസുകാരോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ കുറ്റി കാണിച്ചു കൊടുക്കാൻ പോലും വിജിലൻസ് ഇന്നുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ പരാതി കൊടുക്കുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ്, അന്നത്തെ SP ആയിരുന്ന ശശിധരന്. അതിൻ്റെ മുകളിലൊരു നടപടിയും ഇല്ലാത്തതിൻ്റെ പേരിൽ ആ ശ്രീജിത്ത് കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ഞാനന്ന് ശശിധരന് പരാതി കൊടുക്കുന്നത്. അവിടെ നിന്നാണ് ഈ എൻക്വയറി വരുന്നത്. അപ്പോൾ യഥാർത്ഥ പെറ്റീഷണറായ SI ശ്രീജിത്തിൻ്റെ മൊഴി പോലും ഇതുവരെയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മറ്റൊരു കാര്യം, 153ഓളം കേസാണ് സ്വർണ്ണക്കേസ് പോലീസ് FIR ബുക്ക് ചെയ്തിരുന്നത്. ഞാനന്ന് എൻ്റെ മൊഴിയെടുത്ത IG-യുടെ അടുത്ത് ഞാൻ പറഞ്ഞ റിക്വസ്റ്റ്, ഇതിലൊരു 25% ആളുകളെ നിങ്ങൾ റാൻഡമായി വിളിക്കൂ. ഈ 150, 25 എന്ന് പറഞ്ഞാൽ ഏകദേശം 10, 38, 40 ആളുകളാണ്. ആ ആളുകളെ നിങ്ങൾ വിളിക്കൂ. അവരെങ്ങനെയാണ് സ്വർണം കൊണ്ടുവന്നത്, ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് അവർ പുറത്ത് കിടന്നത്, എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് എവിടെ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത്, ഈ സ്വർണം ആരാണ് തൂക്കിക്കണക്കാക്കിയത്, അവർ കൊണ്ടുവന്ന സ്വർണം എത്രയായിരുന്നു, കോടതിയിൽ കൊടുത്ത സ്വർണം എത്രയാണ് അന്വേഷിക്കാൻ പറഞ്ഞു, അന്വേഷിച്ചിട്ടില്ല. ഇതിൻ്റെ കസ്റ്റംസ് അപ്രൈസർ ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ കൊണ്ടോട്ടി കോടാനകോടി രൂപയുണ്ടാക്കിയതിൻ്റെ തെളിവ് നിങ്ങളടക്കം കൊണ്ടുപോയി കൊണ്ടോട്ടിയിലും പരിസരത്തും ഞാൻ നേരിട്ട് കാണിച്ചെന്നാണ്. ഒരന്വേഷണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്വേഷണം എന്ന് പറയുന്ന ഒരു സംഗതിയും സത്യസന്ധമായി നടത്താതെ ഈ പറയുന്ന സുജിത് ദാസിനെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തിരിച്ചെടുത്തിരിക്കുന്നു. കേരളത്തിൻ്റെ എന്താ പറയുക, ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടായിരിക്കും. അദ്ദേഹം ചുമത്തിയ അന്യായമായ കേസുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 10,000-കണക്കിന് ആളുകളുടെ പേരിലാണ് എത്രയോ ചെറുപ്പക്കാർ പാസ്പോർട്ട് കിട്ടാതെ അന്യായമായി 10,000-കണക്കിന് ചെറുപ്പക്കാർ മലപ്പുറം ജില്ലയുടെ മുക്കിലും മൂലും പാസ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ബൈക്കിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഒരു വണ്ടി ഓടിച്ച് ആ വണ്ടിയിൽ യാത്ര ചെയ്ത് ആ കാറിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ ഡ്രൈവറുടെ പേരിൽ കേസ് എടുക്കേണ്ടതിന് പകരം ഡ്രൈവറെയും ഒപ്പം യാത്ര ചെയ്തവരെയും പ്രതികളാക്കി സെപ്പറേറ്റ് FIR ഉണ്ടാക്കി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച
എന്താ പറയുക സൂത്രധാരനാണ് ഈ സുജിത് ദാസ്. വലിയ വിഷയമാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പാസ്പോർട്ട് കിട്ടാതെ ഈ വിഷയത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സുജിത് ദാസിൻ്റെ തിരിച്ചുള്ള നിയമനവും താമർ ജിഫ്രി കേസിലെ പോലീസുകാരുടെ തിരിച്ചുള്ള നിയമനവും. അല്ല, അന്നേ പറഞ്ഞാൽ RSSുമായുള്ള ബന്ധവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായിയും നേരിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തൃശ്ശൂർ പൂരം കലക്കുകയും അത് വലിയ വിഷയമാക്കുകയും അതിലൂടെ BJPക്ക് ജയിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതാരാണ്? അന്ന് RSS നേതാവിനെ പോയി കണ്ടതാരാണ്? ഈ പറയുന്ന ADGP അജിത് കുമാറാണ്. ആ സംഘത്തിൻ്റെ രണ്ടാമത്തെ പ്രമുഖനാണ് ഈ സുജിത് ദാസ്. സുജിത് ദാസിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, സാമ്പത്തിക കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു അംഗനവാടി ടീച്ചറായിരുന്നു. വളരെ സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു സുജിത് ദാസ് ജനിച്ചിരുന്നത്. സുജിത് ദാസിനെ പഠിപ്പിച്ചത് പ്രാദേശികമായ RSSൻ്റെ നേതാക്കന്മാരാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ആ കാലഘട്ടത്തിൽ പണം നൽകി സഹായിച്ചത് എന്ന് എന്താ പറയുക, ആ നാട്ടിലെ ഒരു പച്ചയായ സത്യമാണ്. സ്വാഭാവികമായും ഒരു കേഡർ RSS സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സുജിത് ദാസ് എന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് അനുബന്ധമായിട്ടുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ തെളിവായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊന്നും ഒരു തർക്കമുള്ള കാര്യമില്ല. ഇന്ന് സുജിത് ദാസിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതും ഈ RSSൻ്റെ താല്പര്യം തന്നെയാണ്. അത് CPMൻ്റെ ഒരു പൊതു താല്പര്യമായി ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന RSSകാർക്കുള്ള ഒരു നല്ല മെസ്സേജ് അല്ലേ സുജിത് ദാസിനെ തിരിച്ചെടുത്തത്?